നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം എന്നുള്ള ഈ എഡ്യൂക്കേഷനിലൂടെ പരിണമിക്കുന്നത് ഞാൻ ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ ഞാനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. തുടക്കവും അവസാനവും മിഡിലും എല്ലാം ഞാനാണ് ആത്മാൻ. ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രതിധ്വനിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ആത്മൻ്റെ ശബ്ദമാണ്. അപ്പോൾ ശബ്ദം നമ്മൾ പ്രകടമാക്കുമ്പോൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശബ്ദം ആയി മാറണം. അതാണ് ഈ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ നേടേണ്ട കാര്യം. നിറകുടം തുളുമ്പില്ല എന്ന് മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്. ഇംഗ്ലീഷിൽ എൻ്റെ നേരെ വിപരീതമായിട്ട് ചൊല്ലുന്നുണ്ട്, എം ടി വെസൽസ് മേക്ക് മോർ നോയ്സ്. അതായത് എം ടി ആയിട്ടുള്ള ഒഴിഞ്ഞ പാത്രങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ തുടക്കത്തിൽ ശബ്ദമുണ്ടാക്കുന്ന അഹംബോധമാണ്. ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹംബോധം ക്രമേണ ഷാർപ്പൻ ചെയ്ത് ഈ പ്രവൃത്തികളിലൂടെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റൻസിലൂടെ അനുഭവിച്ച്, നമ്മൾ ആക്സെപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, അനുഭവിച്ച് എങ്ങനെയാണ് ഞാൻ ഇനി വരാൻ പോകുന്ന എക്സ്പീരിയൻസിനെ കൂടുതൽ നന്നായിട്ട് അഭിമുഖീകരിക്കുക എന്നുള്ളത് പഠിച്ച് എങ്ങനെയാണ് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുക. സ്നേഹം ഒരിക്കലും തോക്കില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് അവിടെ ദേഷ്യം വന്നു, എനിക്ക് എന്തുകൊണ്ട് അവിടെ എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു, അപ്പോൾ അത് പറ്റില്ല, ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ കൂടുതൽ സാധന ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ചെല്ലുന്നു. കൂടുതൽ ടൈം നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റ്, സ്വാധ്യായം എന്ന് ഉപനിഷത്ത് പോലെ, സ്വാധ്യായം എന്നുള്ള സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. പുസ്തകം വായിക്കുക എന്നുള്ളതല്ല സ്വാധ്യായത്തിൻ്റെ അർത്ഥം. പുസ്തകം വായിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ മനസ്സിൽ പൂർവികന്മാർ തന്നിട്ടുള്ള നല്ല ചിന്തകൾ നിറയ്ക്കുന്ന പുസ്തകങ്ങൾ, അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കണം. കുറേ പുസ്തകങ്ങളുണ്ട്, ചിലത് വെറുതെ വായിച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് നെഗറ്റീവ് ആവും. അങ്ങനെ പുസ്തകങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഹൃദയത്തിൽ ശരിക്കുള്ള സ്നേഹം ഉയർത്തുന്ന തരത്തിലുള്ള ലിറ്ററേച്ചർ വായിക്കണം. നമ്മളെ കൂടുതൽ ആ അൾട്ടിമേറ്റ്ലി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കണം. നമ്മളിൽ ആ ഓർമ്മ കൊണ്ടുവരണം. റീഡ് ആൻഡ് എൻജോയ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ആനന്ദിക്കൂ വായിച്ചുകൊണ്ട്, ആനന്ദം നൽകുന്ന രീതിയിലായിരിക്കണം.
അതുപോലെ തന്നെ നമ്മുടെ റെഗുലറായിട്ടുള്ള മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രെയറും സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ എക്സ്പീരിയൻസ് ബേസ് ചെയ്യുമ്പോൾ ഞാൻ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് എന്നുള്ള ബുക്കുണ്ട്. ഇത് 3rd വോളിയൂമാണ്. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ മാസ്റ്റേഴ്സായിട്ട് ബാബുജി മഹാരാജ്, ലാലാജി മഹാരാജ്, ചാരുജി മഹാരാജ്, സ്വാമി വിവേകാനന്ദൻ, ദാജി, ചൈതന്യ മഹാപ്രഭു, എല്ലാവരും, മൈത്രേയൻ, ഒരുപാട് സെയിൻസ് നമ്മളോട് സംസാരിക്കുകയാണ്. ആരിലൂടെ? മീഡിയം ഹെലൻ പേരെ, അവരിലൂടെയാണ് സംസാരിക്കുന്നത്. മാധ്യമം, അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാനൊരു പെൻസിൽ ആണെന്നാണ്. ഞാൻ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞത് പെൻസിലാണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെൻസിലില്ലാണ്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് ഭംഗിയോടുകൂടി എഴുതാനുള്ള കഴിവുണ്ടാവണം. അതുപോലെ ഈ അഹംബോധം കൂടുതൽ ഷാർപ്പൻ ചെയ്തിട്ട് സ്കിൽഫുള്ളായിട്ട് ആ സ്നേഹം ഇവിടെ ക്രിയേഷനിൽ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈശ്വരൻ തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ പെൻസിൽ, അത് ഈഗോ എന്നുള്ള പെൻസിൽ ഷാർപ്പൻ ചെയ്യേണ്ട കഴിവ് നമുക്ക് നൽകുന്നുണ്ട്, ശക്തി നമുക്കുണ്ട്. അതിനാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുക, കൂടുതൽ 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 ചാനലൈസ് ചെയ്തിട്ട് ആ മനസ്സിനെ സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ ഈ ചാല് എല്ലാ സമയത്തും പ്യൂരിറ്റി ഒഴുകുന്ന ചാലായിട്ട് മാറും. പെൻസിൽ അത്രയും ബ്യൂട്ടിഫുൾ ആവും, അത്രയും ഷാർപ്പ്. ഒരിക്കലും തെറ്റായിട്ടൊരു ചിന്ത വരില്ല, തെറ്റായിട്ടൊരു വാക്ക് വരില്ല. തെറ്റെന്ന് പറഞ്ഞാൽ സ്വാർത്ഥത നിറഞ്ഞ ഒരു ചിന്തയില്ല, സ്വാർത്ഥത എന്നൊരു വാക്കില്ല, പ്രവൃത്തിയില്ല. ആ തരത്തിൽ സ്നേഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അഹംബോധം. അപ്പം അതിൻ്റെ തുടക്കം വിനയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. വിനയം വരണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ തുടങ്ങണം, വായിക്കാൻ തുടങ്ങണം, ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങണം. നമ്മൾ ഒറ്റയ്ക്കിരുന്നാൽ വിനയം വരില്ല. നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വിനയം വരുന്നത്. അതുകൊണ്ടാണ് ലോകമായിട്ട് നമ്മൾ ഇടപെടണം, സ്കൂളിൽ പോകണം. അതൊക്കെ വിനയം വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമല്ല ഈ ലോകത്തിൽ, ഈ ഞാൻ നിലനിൽക്കുന്ന എന്തൊക്കെയോ ലോകത്തിലുള്ള പ്രവൃത്തികൾ കാരണമാണ്. അപ്പോൾ നമുക്കൊരു വിനയം വരുന്നു. വിദ്യാദദാതി വിനയം. അങ്ങനെ ആ വിനയാന്വിതനായിരിക്കുന്ന ഒരു അഹംബോധം, വിനയമാണ് അഹംബോധത്തിൻ്റെ സ്വഭാവം തന്നെ. വിവേകത്തിലെത്തുന്നു. വിവേകം നമ്മളുടെ യഥാർത്ഥത്തിലുള്ള യജ്ഞഭാവത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെ സ്നേഹം നിറയ്ക്കുക. അതിനാണ് വൈരാഗ്യം എന്നുള്ളത്. വൈരാഗ്യം ഇട്ട് ഓടുക എന്നുള്ളതല്ല, ഒളിച്ചോടുക എന്നുള്ളതല്ല. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തികളെ സ്നേഹനിർഭരമാക്കുക. അങ്ങനെ അത് പിന്നെ എന്നെ ഒരിക്കലും അലട്ടില്ല. ഞാനത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഈ ശത്രുക്കളില്ല, ഈ നെഗറ്റിവിറ്റീസ് ഇല്ല, എല്ലാം ഞാൻ സ്നേഹം കൊണ്ട് നിറച്ച് കഴിഞ്ഞു. അങ്ങനെ ഉയരുന്ന ഒരു അഹംബോധം ക്രമേണ സാധനയിലേക്ക് കണക്റ്റഡ് ആവുന്നു. റെഗുലർ സാധന പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മെഡിറ്റേഷൻ ചെയ്യണമെന്നോ ശുദ്ധീകരണം ചെയ്യണമെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. അവർ ചെയ്തോളും. അവർ സമാധിയിലാണ്. സഹജമാർഗം അതുകൊണ്ടാണ് ആദ്യം തന്നെ നമുക്ക് സമാധി അനുഭവം തരുന്നത്. മറ്റതൊക്കെ വരണമെന്ന് ദാജി പറയുന്നുണ്ട്. വിനയമില്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ദാജി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കേണ്ട ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്വഭാവ ഗുണം. അതില്ലെങ്കിൽ ഈ പെൻസിൽ ബ്യൂട്ടിഫുൾ ആവില്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ പുറമേയുള്ള എഡ്യൂക്കേഷനാണോ ആധ്യാത്മിക എഡ്യൂക്കേഷനാണോ ഇങ്ങനെയൊന്നും വ്യത്യാസമില്ല. എല്ലാ എഡ്യൂക്കേഷനാണ്, ജീവിതാനുഭവമാണോ ഒക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഒന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. ചാരുജി മഹാരാജ് പറയുന്നത് ഡോണ്ട് കമ്പാർട്ട്മെൻ്റലൈസ് യുവർ ലൈഫ്. മെഡിറ്റേഷന് കുറച്ച് നേരം, ജോലി കുറച്ച് നേരം, ഫാമിലിക്ക് കുറച്ച് നേരം, നമ്മൾ ടൈം ടേബിൾ ഉണ്ടാകുന്നത്. അങ്ങനെ ടൈം ടേബിളൊന്നുമില്ല. എന്താണ് എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ മൊമെൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന തരത്തിലായി മാറും. അതാണ് ഈഗോൻ്റെ ഷാർപ്പനിങ് എന്ന് പറയുന്നത്. അപ്രോപ്രിയേറ്റ്നെസ്. ദാജിയുടെ ജീവിതം നോക്കിയാലേ, ദാജിയെ ഒബ്സർവ് ചെയ്താലേ എപ്പോഴും സ്നേഹം തുളുമ്പുന്ന ജീവിതം. അതാണ് ദാജി എന്ന് പറയുന്നത്. അതാണ് നമ്മളൊരു മാസ്റ്ററിൽ കാണുന്നത്. ഒരിക്കലും സ്നേഹമല്ലാത്ത ഒരു ചിന്തയോ വാക്കോ പ്രവൃത്തിയോ ദാജിയിൽ കാണില്ല. നമുക്ക് ഡിവിനിറ്റീൻ്റെ ആ റിഫ്ലക്ഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ മാസ്റ്ററെ കാണണം എല്ലാവരും. മാസ്റ്റർ കണ്ടാൽ മാത്രം പോലെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യണം. അതാണ് നമുക്ക് ആയിത്തീരേണ്ട ലക്ഷ്യം. ലിവിങ് മാസ്റ്ററാണ് നമ്മുടെ ഗോൾ. അപ്പോൾ ദാജിയെ കാണുക, അതുപോലെ നമ്മളാവുക. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ ആയിത്തീരുക. അപ്പോൾ ആയിത്തീരലാണ് എഡ്യൂക്കേഷൻ. അതിലുള്ള പരമപ്രധാനമായിട്ടുള്ള സ്റ്റെപ്പാണ് വിനയം, ആക്സെപ്റ്റൻസ്. അതിലൂടെ ക്രമേണ അഹംബോധം സ്നേഹമൊഴുകുന്ന ചാലാവുന്നു. വൈരാഗ്യം, അതായത് എല്ലാത്തിനെയും സ്നേഹത്തിൻ്റെ വലയത്തിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലാവുന്നു. അങ്ങനെ ക്രമേണ ബിക്കമ്മിങ് ആൻഡ് ബീയിങ്. ചിന്തയിൽ നിന്ന് ഫീലിങ്ങിലേക്കാവുന്നു, ഫീൽ ചെയ്യുന്നതിലേക്ക് ബിക്കമ്മിങ് ആവുന്നു. ബിക്കമ്മിങ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പോലെ ആയിത്തീരും. അറിയാതെ നമ്മൾ
ആ സ്നേഹത്തിൻ്റെ മാധ്യമമായിട്ടുണ്ടാവും. നമ്മളറിയില്ല. ഞാൻ അറിഞ്ഞു പറഞ്ഞാൽ പിന്നെ അറിഞ്ഞില്ല എന്നർത്ഥം. ഞാൻ ഈശ്വരനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല, അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു മൊമെൻ്റ് എപ്പോഴാണ് എന്നുള്ളത് പറയാനും പറ്റില്ല. പെട്ടെന്നൊരു ഈശ്വര ദർശനം ഉണ്ട്, പൊട്ടിത്തെറിക്കണ പോലെ ഒന്നും ഈശ്വര ദർശനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ലൈഫിൽ ഉണ്ടാകും. ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ ഒരു ദർശനം ഉണ്ടായിന്ന് വരാം, പക്ഷേ അതല്ല ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ കാണുന്നത് പോലെ, ലോകം കാണുന്നത് പോലെ നമ്മൾ മാറുക എന്നുള്ളതാണ് ദർശനം. അപ്പോൾ ഒരു വല്ലാത്തൊരു ലക്ഷ്യം തന്നെയാണ് അത്. എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം ഇതായി തീരട്ടെ എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതേക്കുറിച്ചൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.